എനിക്കൊരു ഡീലുണ്ട്, അത് ജനങ്ങളുമായിട്ടാണ്. അതുകൊണ്ടാണ് ജനങ്ങൾ എനിക്ക് വമ്പിച്ച ഭൂരിപക്ഷം എല്ലാ കാലത്തും തരുന്നത്. ജനങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഇടനിലക്കാരുടെ ആവശ്യം എനിക്കില്ല. ഞാൻ ജനങ്ങളുമായിട്ട് നേരിട്ട് ഡീൽ ചെയ്യുന്ന ആളാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവ്, മുൻ ആഭ്യന്തരമന്ത്രി, കോൺഗ്രസ് അച്ചടക്ക സമിതി അധ്യക്ഷൻ, കോട്ടയം MLA-യും ഇപ്പോൾ നിലവിലെ കോട്ടയം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് നമ്മോടൊപ്പം. നമസ്കാരം. വി ട്രസ്റ്റ് യു. കോട്ടയം നിയോജക മണ്ഡലത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ പ്രചരണ ബോർഡുകളിലും പോസ്റ്ററുകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു വാക്യമാണത്. ജനങ്ങൾക്ക് അത്രമാത്രം താങ്കളെ വിശ്വാസമുണ്ടോ? താങ്കൾക്ക് തിരിച്ചും ജനങ്ങളോട് ആ വിശ്വാസമുണ്ടോ? ആ വിശ്വാസത്തിൻ്റെ ബന്ധം കൊണ്ടാണല്ലോ 10,000-കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടു കൂടി എന്നെ ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഞാൻ ഈ നിയോജക മണ്ഡലത്തിൽ ആദ്യം മത്സരിക്കുന്ന സമയത്ത് എനിക്ക് കേവലം 711 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് ജമ്പ് ചെയ്ത് വമ്പിച്ച ഭൂരിപക്ഷമായി മാറി. അത് ജനങ്ങൾ എന്നെ വിശ്വസിച്ചത് കൊണ്ടാണ്. രണ്ടാം തെരഞ്ഞെടുപ്പ് എത്തിയപ്പോഴാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു മുഖം നമ്മൾ കണ്ടത്. ജനങ്ങൾ നമ്മളെ വിശ്വസിച്ചു. ഞാൻ അതുപോലെ പരിപൂർണമായി ജനങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തു. അപ്പോൾ ഈ മുദ്രാവാക്യം അന്വർത്ഥമാക്കത്തക്ക വിധത്തിലുള്ള ഒരു സമീപനമായിരുന്നു പരസ്പരം ഉണ്ടായിരുന്നത്. ഈ 15 വർഷത്തിനിടയിൽ കോട്ടയം മണ്ഡലത്തിൽ താങ്കൾക്ക് ചെയ്യാൻ പറ്റിയ പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? യഥാർത്ഥത്തിൽ ഞാൻ അടിത്തറയിട്ട വർക്കുകളുണ്ട്, ഞാൻ പൂർത്തീകരിച്ച വർക്കുകളുണ്ട്. അതേസമയം പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും ഗവൺമെൻറ്റിൻ്റെ സഹായം കിട്ടാത്തത് കൊണ്ട് അവർ ചവിട്ടി മുഖ്യ പദ്ധതികളുണ്ട്. നമ്മൾ അടിത്തറയിട്ട വർക്കുകളാണ് കോട്ടയം പട്ടണത്തിലെ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തുള്ള പ്രധാനപ്പെട്ട എല്ലാ നിരത്തുകളും. ഇവിടെ 2 റോഡുകൾ മാത്രമായിരുന്നു കോട്ടയത്തുണ്ടായിരുന്നത്, KK റോഡും MC റോഡും. അതിനപ്പുറം ഇപ്പുറം ഒന്നുമില്ല. ലിങ്ക് റോഡ് എന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരുന്നു, പക്ഷേ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. 18 പാലങ്ങൾ 2011 ഗവൺമെൻറ്റിലാണ് നമ്മുടെ കോട്ടയത്ത് ആരംഭിക്കാൻ പറ്റിയത്. ആ 18 പാലങ്ങളിലെ 2 മേൽപ്പാലങ്ങളാണ്, റെയിൽവേ മേൽപ്പാലങ്ങളാണ്. എത്ര ബുദ്ധിമുട്ട് സഹിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിക്കാനുള്ളതേ ഉള്ളൂ. അതോടുകൂടി കണക്ടിവിറ്റിയായി, ആ കണക്ടിവിറ്റി മെച്ചപ്പെട്ടു. യഥാർത്ഥത്തിൽ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന പാലങ്ങളിലൊന്ന് ഈ കോടിമത പാലാണ്, 2ാം പാലം. 1ാമത്തെ പാലത്തിന് എന്തെങ്കിലും ഒരു സാങ്കേതിക തടസ്സമുണ്ടായാൽ മറ്റൊരു പ്രദേശവുമായിട്ടുള്ള നമ്മുടെ ലിങ്ക് തന്നെ ഇല്ലാതെ പോകുകയല്ലേ. അതുകൊണ്ട് അതിനുള്ള പരിശ്രമം നടത്തി. അത് ഈ അടുത്ത സമയത്തെ പൂർത്തീകരിച്ചുള്ളൂ. നേരത്തെ പൂർത്തീകരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച പാലം പണി പൂർത്തിയാക്കി. എങ്കിലും അതിൻ്റെ അപ്രോച്ച് റോഡ് തീർക്കാതെ വെച്ചുകൊണ്ടിരുന്ന് ഈ അടുത്ത സമയത്താണ് അത് തീർന്നത്. ഗവൺമെൻറ് അനാസ്ഥ എന്നുള്ളതല്ലാതെ എന്താണ് നമുക്കതിനെക്കുറിച്ച് പറയാനുള്ളത്? കോട്ടയം മണ്ഡലത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ സ്വപ്ന പദ്ധതിയാണ് ആകാശപാത. പക്ഷേ LDF സർക്കാർ വന്നതിന് ശേഷം അതിൻ്റെ വികസനം അങ്ങ് മുടങ്ങി നിൽക്കുകയാണ്. ഇത്തവണ താങ്കൾ വിജയിച്ച് വന്ന് UDF സർക്കാർ വരികയാണെങ്കിൽ ആകാശപാതയെപ്പറ്റി താങ്കൾക്ക് വലിയൊരു സ്വപ്നം തന്നെയുണ്ട്. ഞാൻ ആ സ്വപ്നം സാക്ഷാത്കരിക്കും. കാരണം ആകാശപാത എനിക്ക് വേണ്ടിയല്ല, വളരുന്ന തലമുറയ്ക്ക് വേണ്ടിയാണ്. നമ്മളുടെ ആ പ്രധാനപ്പെട്ട ഡിസൈൻ എന്ന് പറയുന്നത് 2 ഇരുവശങ്ങളിൽ നിന്നും വന്നെത്തുന്ന ആളുകൾക്ക് അതിൻ്റെ മേളിലെത്തുകയും അതിൻ്റെ മേളിൽ ഒരു നില കൂടി ഉണ്ടായി അത് കംപ്ലീറ്റായിട്ട് എയർ കണ്ടീഷൻ ചെയ്ത് അതിനുള്ളിൽ നിന്നാൽ കോട്ടയം മുഴുവൻ കാണാൻ നമുക്ക് പറ്റും. നമുക്ക് വേമ്പനാട് കായൽ കാണാൻ പറ്റും. കോട്ടയത്തെ ഏറ്റവും സൈറ്റ് സീയിങ് ഏരിയ ആയിട്ട് അത് നിൽക്കും. എല്ലാം ഈ പാടശേഖരങ്ങൾ, അവിടെ തൊഴിൽ നിൽക്കുന്ന തൊഴിലാളികൾ, ഈ വലിയ സംരംഭങ്ങൾ, ഇതൊക്കെ ആ മേളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കോട്ടയം എന്തൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനുത്തരം നമുക്കിവിടെ നിന്ന് നോക്കിയാൽ പിടികിട്ടും. രണ്ടാമത്തെ കാര്യം, ഏത് നഗരത്തിനും അതിൻ്റെ ഒരു ലാൻഡ്മാർക്കുണ്ട്. കോട്ടയം പട്ടണത്തിൻ്റെ ലാൻഡ്മാർക്കായിട്ട് ഇത് മാറണം. ഇപ്പോൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് ലാൻഡ്മാർക്കാണ്. അതുപോലെ ഓരോ സ്ഥലത്തുമുണ്ട്. ഇവിടെ ഇതിൻ്റെ ലാൻഡ്മാർക്കായിട്ട് ഇത് മാറണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പണിയെല്ലാം ആരംഭിച്ചത്. അത് ഏറെക്കുറെ വിജയകരമായി. പക്ഷേ ഗവൺമെൻറ് മാറിയപ്പോഴേക്കും ചവിട്ടി തളർത്തി കളഞ്ഞു. അതിനൊക്കെ ഒരു പരിഹാരമുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒരു മുതിർന്ന നേതാവാണ്. ഇപ്പോൾ സ്വന്തം മണ്ഡലത്തിലൊരു പദ്ധതി മുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരിനെ സമീപിക്കുമ്പോഴും മുന്തിയ പരിഗണനയൊക്കെ ലഭിച്ചേക്കാം. പക്ഷെ അതൊന്നും ഈ കാര്യത്തിൽ ഉണ്ടായില്ലേ? ഇല്ലെന്ന് മാത്രമല്ല, സർക്കാരിന് കത്തയച്ചാൽ ഒരു മറുപടിയേലും കിട്ടണ്ടേ.
നമ്മൾ കത്തയക്കും, ഇങ്ങനെ തുടരെ കത്തയച്ചുകൊണ്ടേയിരിക്കും. മറുപടി തരാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഈ മറുപടിയുടെ പേര് പറഞ്ഞ് ഞങ്ങൾ വല്ല കോടതിയിലും പോയെങ്കിലോ എന്ന് കരുതിയാണ്. നമ്മൾ മറുപടി പ്രതീക്ഷിക്കുന്നത് കോടതിയിൽ പോകാൻ വേണ്ടിയല്ല. അതിനേക്കാൾ അപ്പുറത്ത് ഒരു സമൂഹത്തിൻ്റെ, ഒരു നഗരത്തിൻ്റെ, ഒരു ജനതയുടെ അവരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി നമ്മളൊരു പദ്ധതി ആരംഭിച്ചിട്ട് ആ പദ്ധതി എന്തുകൊണ്ട് പൂർത്തിയാക്കുന്നില്ല എന്നൊരു ചോദ്യം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ജനകീയതയാണോ സർക്കാരിന് ഭയം? അതെനിക്കറിയില്ല. ജനകീയത അവർക്ക് ഒരു പ്രശ്നമായിരിക്കാം. പക്ഷേ അതുകൊണ്ടൊരു പദ്ധതി ചവിട്ടിമുക്കളോ, ഒരു പദ്ധതി എന്നെക്കുറിച്ച് മാത്രമല്ലല്ലോ, അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ഓരോ സ്ഥലങ്ങളെടുത്ത് നോക്കിയാൽ മതി. അപ്പുറത്ത് പുതുപ്പള്ളി ശ്രീ ചാണ്ടിയുമ്മൻ, അതിനിപ്പുറത്തുള്ള ഓരോ ആളുകളും ശ്രീ മോൻസ് ജോസഫ്, ഓരോ ആളുകളുടെയും നിയോജക മണ്ഡലങ്ങൾ നോക്കിക്കൊള്ളൂ. ആ നിയോജക മണ്ഡലങ്ങളിൽ സാധാരണഗതിയിലുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയോട് കാണിക്കേണ്ട പരിഗണനയല്ല കാണിക്കുന്നത്. പാലായിൽ ശ്രീ മാണി സി കാപ്പൻ, എല്ലാവരും ഇതേ രൂപത്തിലാണ്. എങ്ങനെ പൊക്കിക്കൊണ്ടുവരാമെന്നല്ല, എങ്ങനെ ചവിട്ടി മുക്കാമെന്ന് ആലോചിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഒരു ഗവൺമെൻറ് പോസിറ്റീവ് ആകണ്ടേ, ഗവൺമെൻറ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് എടുക്കുന്നത് ശരിയാണോ? അതും പബ്ലിക് എക്സ്ചേഞ്ചറിൽ നിന്നുള്ള പണമാണ് ഇവർ മുടക്കുന്നത്. പബ്ലിക് അക്കൗണ്ടബിലിറ്റി ഇല്ലേ? അത് വെച്ച് നോക്കുമ്പോൾ നീതിന്യായം അനുസരിച്ച് കാര്യങ്ങൾ പോകണ്ടേ? അതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലെ ഏറ്റവും വലിയ ദുഃഖം. ഇത്തവണ കോട്ടയത്ത് 2 അനിൽകുമാർമാരാണ് എതിരാളികളായിട്ടുള്ളത്, NDAയിലും LDFിലും. എങ്ങനെയാണ് അവരെ നോക്കിക്കാണുന്നത്? അവർ വലിയ ഫ്രണ്ട്സാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും കാണുന്നില്ല. 2 സ്ഥാനാർത്ഥികളെന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥികളായിട്ടങ്ങനെ പോകാൻ പറ്റും. പക്ഷേ അത് ഒന്ന് NDAയുടെ സ്ഥാനാർത്ഥിയാണ്, മറ്റ് ഇവിടെ CPMൻ്റെ LDFൻ്റെ സ്ഥാനാർത്ഥിയാണ്. അങ്ങനെ പോയിക്കോട്ടെ. പക്ഷേ അവർ വലിയ അടുപ്പത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് അടുപ്പം എന്ന് ഉദ്ദേശിച്ചത് എന്തെങ്കിലും ഡീലുണ്ടെന്നാണോ മണ്ഡലത്തിൽ? എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ അങ്ങനെ ദുരാരോപണങ്ങൾ പറയുന്നത് ശരിയല്ലല്ലോ. പക്ഷേ സംസ്ഥാനം ഒട്ടാകെ ഇപ്പോൾ ഈ ഡീൽ ആരോപണം കത്തി നീക്കുകയാണ്. LDFും BJPയും തമ്മിൽ പാലക്കാട് ഉൾപ്പെടെയുള്ള പല മണ്ഡലങ്ങളിലും ഡീലുണ്ടെന്ന് പറയുന്നു. താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? നമ്മളുടെ വ്യക്തിപരമായി ഞാൻ പറയാം, എനിക്കൊരു ഡീലുണ്ട്, അത് ജനങ്ങളുമായിട്ടാണ്. അതുകൊണ്ടാണ് ജനങ്ങൾ എനിക്ക് വമ്പിച്ച ഭൂരിപക്ഷം എല്ലാ കാലത്തും തരുന്നത്. ജനങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഇടനിലക്കാരുടെ ആവശ്യം എനിക്കില്ല. ഞാൻ ജനങ്ങളുമായിട്ട് നേരിട്ട് ഡീൽ ചെയ്യുന്ന ആളാണ്. അവരുടെ പാവലാതികൾ പറയും, പരാതികൾ പറയും, എന്നെക്കൊണ്ട് ചെയ്യാവുന്ന പരിഹാരമാർഗ്ഗങ്ങൾ തേടും. കാപട്യത്തിൻ്റെ മുഖം കാണിക്കാതെ, അതിങ്ങനെയുള്ളൊരു ദുർമുഖത്തോടു കൂടി പോകാതെ ജനങ്ങളുമായി പൂർണ്ണമായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അതിൻ്റേതായ ഒരു വിശ്വാസ്യത എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് വി ട്രസ്റ്റ് യു തിരുവഞ്ചൂർ എന്ന് ജനങ്ങൾ ആലോചിക്കാൻ കാരണം. ഈ കോട്ടയം ജില്ലയിൽ UDFിൻ്റെ പൊതുവായ ഒരു സാധ്യത എങ്ങനെയാണ്? ഇപ്പോൾ കേരള കോൺഗ്രസ് എം തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ആ തിരിച്ചു വരവ് ഉണ്ടായില്ല. അത് ഇത്തവണ ഒരു തിരിച്ചടിയായിരിക്കുമോ? ഇല്ല, ഇപ്പോൾ യഥാർത്ഥത്തിൽ നെല്ലും പതിരും തിരിഞ്ഞല്ലോ. ഈ തെരഞ്ഞെടുപ്പ് എന്താ? ഈ തെരഞ്ഞെടുപ്പ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ഭാഗത്ത്, 2 പിണറായി വിജയൻ ഗവൺമെൻറ്റിനോട് വിയോജിപ്പുള്ള ജനങ്ങളെല്ലാവരും കൂടി സഹകരിക്കുന്ന മറ്റേ പ്രതിപക്ഷ കക്ഷി. ഇതിനകത്ത് പിന്നെ പ്രത്യേകിച്ച് വേറൊന്നും നോക്കാനില്ല. 2 കക്ഷിയായിട്ട് തിരിയല്ലേ. ഒന്ന് അവരുടെ ഭാഗം നോക്കും, മറ്റത് അവർ ചെയ്യുന്ന പ്രവർത്തനത്തിനോട് വിയോജിക്കുന്ന ആളുകളുടെ ഒരു പൊതുധാരയുണ്ടാകും. 2ൻ്റെ കൂടെ യാത്ര 2 വഴിക്കാണ്. ഈ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഇത്തവണത്തെ ഒരു സ്ഥിതി എങ്ങനെയായിരിക്കും? ഞാൻ അവരെ ആക്ഷേപിക്കാനില്ല. പക്ഷേ കഴിഞ്ഞ കാലത്തെ പോലെ അവർക്ക് നിൽക്കാൻ പറ്റുമോ എന്ന് ഞാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിലും അവർ മുന്നണിയിലേക്ക് വരുമെന്ന് കരുതുന്നുണ്ടോ? ഞങ്ങൾ ജനാധിപത്യ കേന്ദ്രീകരണത്തിന് വേണ്ടി അവരെല്ലാവരും വരണം എന്ന പ്രതീക്ഷയോടുകൂടി ഇരുന്നതാണ്. പക്ഷേ വരണം എന്ന് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ വരില്ലേ എന്ന് പറയാൻ വേണ്ടിയുള്ള ഒരു രൂപത്തിൽ ഇവർ കാര്യങ്ങൾ കൊണ്ടുപോയത്. ഇനി അവർക്ക് ഇഷ്ടപ്പെട്ടോ ചെയ്യട്ടെ, അവർക്ക് വരുകയോ വരികയോ. അവർ ജോസ് കെ മാണിക്ക് താല്പര്യമുണ്ടായിരുന്നു, പക്ഷേ റോഷി അഗസ്റ്റിനാണ് ആ വരവിന് തടസ്സമായെന്ന് കേൾക്കുന്നുണ്ട്. അത് കോൺഗ്രസിൻ്റെ വിവരങ്ങൾ എങ്ങനെയാണ് കോൺഗ്രസിന് കിട്ടിയത്? റോഷി അഗസ്റ്റിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവസാനം കണ്ടില്ലേ? പാർട്ടി പിളർന്നിട്ടാണെങ്കിലും ഞങ്ങൾ LDF നിൽക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജോസ് കെ മാണി പറഞ്ഞാലും സമ്മതിക്കാനെന്നല്ലേ. ജോസ് കെ മാണി എതിർത്താലും ശരി ഞങ്ങൾ LDFനകത്ത് നിൽക്കും എന്ന് പറയുന്ന ആരാ? പാർട്ടി ചെയർമാൻ വേറെയാണ്. പാർട്ടിയിൽ താഴെ ഇരിക്കുന്നൊരു ആളാണ് ഈ പറയുന്നത്. അത് പറയണമെങ്കിൽ അങ്ങനെയൊരു ഭാവം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കുത്തിവെച്ചത് CPM അല്ലേ. ഈ പാലായിൽ ഷോൺ ജോർജ്
വോട്ട് പിടിക്കുമെന്നും ആ വോട്ട് UDFന് തിരിച്ചടിയാകുമെന്നും അതുവഴി ജോസ് കെ മാണി ജയിക്കുമെന്നൊക്കെ ഒരു വിലയിരുത്തലുണ്ട്. താങ്കൾ എങ്ങനെയാണ് എന്നെ നോക്കി കാണുന്നത്? ഞാൻ പാലായിൽ കാണുന്നത്, പാലായിൽ ജനാധിപത്യ വോട്ടുകൾ കേന്ദ്രീകരിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതുകൊണ്ടാണല്ലോ കാപ്പൻ ജയിച്ചല്ലോ. കാപ്പൻ നിന്ന സമയങ്ങളിലെല്ലാം കാപ്പൻ ജയിച്ചല്ലോ. ആ ജയിക്കാനുള്ള കാരണം എന്താ? ജനാധിപത്യ വോട്ടുകൾ മാണി സി കാപ്പൻ അനുകൂലമായി വന്നു. ഈ പ്രാവശ്യവും മാണി സി കാപ്പൻ ആ കാര്യത്തിൽ മുൻപന്തിയിലാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനം ഒട്ടാകെ ഒരു തരംഗമാഞ്ഞടിച്ചിരുന്നു. അത് ആരും പ്രതീക്ഷിക്കാത്തൊരു UDF തരംഗമായിരുന്നു. പക്ഷേ ആ തരംഗം ഇപ്പോഴും സംസ്ഥാനത്തുണ്ടോ? അത് UDFന് ഒരു അനുഗ്രഹമായി മാറുമോ? ഇല്ലെങ്കിൽ വേറെ എന്ത് തരംഗമുള്ളത്? കാരണം ഞങ്ങൾ പറയുന്ന 3 തെരഞ്ഞെടുപ്പുകളെക്കുറിച്ച് ഞങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, പാർലമെൻറ്റ് ഇലക്ഷൻ റിസൾട്ട് വളരെ ക്ലിയർ അല്ലേ. 2, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ റിസൾട്ട് വളരെ ക്ലിയർ അല്ലേ. 3, ഇടയ്ക്ക് നടന്ന ബൈ ഇലക്ഷൻസ് റിസൾട്ട് വളരെ ക്ലിയർ അല്ലേ. 4-മത്തതാണ് ഈ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തോടു കൂടിയായിരിക്കാം ജയിക്കാൻ പോകും. ഈ 2001 കോൺഗ്രസിനെ സംബന്ധിച്ച് അതിൻ്റെ ഈ അടുത്ത കാലത്തുണ്ടായ ഒരു ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത്. അതിനുശേഷം 2006 തൊട്ട് 2011 ഭരണത്തിൽ വന്ന തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസിൻ്റെ സ്ട്രൈക്ക് റേറ്റ് വളരെ കുറവാണ്. അന്നും 30 സീറ്റുകളെ കോൺഗ്രസിന് ലഭിച്ചിട്ടുള്ളൂ. ആ ഒരു കോൺഗ്രസ് ഇത്തവണ UDF അധികാരത്തിൽ വരണമെങ്കിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഒരു 40-ലധികം സീറ്റ് പിടിക്കണം. അത് പറ്റുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇപ്പോൾ 2001 ഞങ്ങൾക്ക് 65 സീറ്റുണ്ടായിരുന്നു. 65 സീറ്റ് കേരള നിയമസഭയിലെ കോൺഗ്രസിൻ്റെ സർവകാല റെക്കോർഡായിരുന്നു 65 സീറ്റ്. അതിനുശേഷം പാർട്ടിക്കകത്ത് ഭിന്നിപ്പുണ്ടായി, 2 ചേരികളാക്കിയായി മാറി, അതിൻ്റേതായ രൂപത്തിൽ വന്നു. പക്ഷേ 2 ചേരികൾക്കും കൂടി കിട്ടിയ മൊത്തം സീറ്റ് എടുത്ത് നോക്കിയാൽ വളരെ വലുതാണ്, അതും വലിയ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ക്ഷീണിച്ചു എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഞങ്ങളുടെ കൂടെ വിഭജനത്തിൻ്റെ കാലത്തുണ്ടായ ക്ഷീണമേ ഉള്ളൂ. ഒരുമിച്ച് നിന്ന കാലത്ത് വമ്പിച്ച ഭൂരിപക്ഷമാണ്. ഇപ്പോൾ ഏത് കാലത്തും ഇല്ലാത്തതിനേക്കാൾ കൂടുതൽ യോജിപ്പ് കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിലുണ്ട്. ആ യോജിപ്പ് നമ്മളുടെ റിസൾട്ടിലും പ്രതിഫലിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കോൺഗ്രസിലെ പഴയ ഗ്രൂപ്പ് സമവാക്യങ്ങളൊന്നും അല്ല ഇപ്പോൾ, എല്ലാം മാറി മറിഞ്ഞു. അതിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ സ്ഥാനം എവിടെയാണ്? അതാണ് എല്ലാം മാറി മറിയുമ്പോൾ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാവുന്ന ഒരാളെങ്കിലും വേണ്ടേ? ഞാൻ ആ പൊസിഷനില്ല. ഈ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് അവസാന ലാപ്പിലേക്ക് നീങ്ങുകയാണ്. ഉടനെ മെയ് 4 റിസൾട്ട് വരും. അതിനുശേഷം UDF അധികാരത്തിലെത്തുകയാണെങ്കിൽ ആര് മുഖ്യമന്ത്രിയാകണമെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഗ്രഹം? ഞാൻ ആ വിവാദത്തിലേക്ക് പോകും. അല്ല, എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നൊരു നേതാവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും താങ്കളോടും ഹൈക്കമാൻഡ് ചോദിക്കാതിരിക്കില്ലല്ലോ. ഞാൻ വിവാദത്തിലോട്ട് പോകുന്നില്ല. കാരണം ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പാർട്ടിക്കകത്ത് പറയേണ്ട കാര്യങ്ങളുണ്ട്, പാർട്ടിക്ക് പുറത്ത് പറയാൻ അനുമതിയുള്ള കാര്യങ്ങളുണ്ട്. പാർട്ടിക്കകത്ത് പറയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അവിടെയാണ് വിവാദം വരുന്നത്. ഞാൻ അതിനെക്കുറിച്ച് പരസ്യമായി പറയുന്നില്ല. എൻ്റെ അഭിപ്രായമുണ്ട്. പക്ഷേ പാർട്ടിക്ക് പുറത്ത് അത് പറയുന്നത് ശരിയല്ല. കഴിഞ്ഞ 10 വർഷത്തെ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തെപ്പറ്റി താങ്കൾക്ക് എന്തായാലും നെഗറ്റീവ് അഭിപ്രായമായിരിക്കുമല്ലോ. പ്രതിപക്ഷത്തിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കഴിഞ്ഞ 5 വർഷത്തെ പ്രതിപക്ഷത്തെ? 5 വർഷം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മളുടെ 5 വർഷം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. കേരളത്തിന് നഷ്ടപ്പെട്ടു. പുതിയ പ്രോജക്റ്റുണ്ടോ? ജനങ്ങൾക്ക് ജീവിതമാർഗ്ഗങ്ങൾ എന്തെങ്കിലും പുതുതായി സ്ഥാപിച്ചിട്ടുണ്ടോ? നമ്മുടെ കടകളിൽ പോയി ഒന്ന് നോക്കിയാൽ മതി. അവിടെ ഏതെങ്കിലും ഒരാൾ സാധനങ്ങൾ വാങ്ങുന്നതിന് പണ്ടുണ്ടായിരുന്ന മാതിരി വരാറുണ്ടോ? ഒന്നുമില്ല. മാർക്കറ്റുകൾ ഡള്ളാണ്, സാമ്പത്തിക സ്ഥിതി മോശമാണ്. നമ്മുടെ സ്റ്റേറ്റ് ഖജനാവിൻ്റെ തന്നെ സ്ഥിതി 6 ലക്ഷം കോടി രൂപ നമ്മൾ കടത്തിൽ നിൽക്കുകയാണ്. നമുക്കെങ്ങോട്ട് പോകാൻ പറ്റും എന്നുള്ള യഥാർത്ഥത്തിലൊരു അന്തം വിട്ട കാത്തിരിപ്പാണ് കേരളീയർ നടത്തുന്നത്. ഇതിനകത്തൊന്നും മാറ്റം വേണ്ടേ? ഈ മികച്ച പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു? VD സതീശനായിരുന്നോ അതോ രമേശ് ചെന്നിത്തലയായിരുന്നോ? പ്രതിപക്ഷ നേതാവ് 2 പേരും അവരുടേതായ രൂപത്തിൽ. നമ്മളിപ്പോൾ 2 ആളുകളെ കൃത്യമെടുത്ത് വെച്ചാൽ വേണമെങ്കിൽ 2 ഡിഫറൻസ് പറയാൻ പറ്റും. പക്ഷെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അവർ 2 ആളുകളും നല്ല മനോഹരമായി പ്രവർത്തിച്ചു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് താങ്കളും ഒരു ക്ലെയിം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. താങ്കളും PT തോമസും. ഇപ്പോൾ 2026 വരുമ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ക്ലെയിം താങ്കളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും? ഞാൻ നേരത്തെ തന്നെ എടുത്ത ഒരു നിലപാടുണ്ട്. ഹൈക്കമാൻഡ് എന്ത് തീരുമാനം എടുക്കുന്നോ ഞാൻ ആ തീരുമാനത്തോടൊപ്പമായിരിക്കും. എനിക്കതിൻ്റേതായ ലോജിക്കുണ്ട്. ഞാൻ എന്തായിട്ടുണ്ടോ അതാക്കിയതെല്ലാം എൻ്റെ പാർട്ടിയാണ്. പാർട്ടി അല്ലാതെ മറ്റപ്പുറത്തേക്കൊന്നുമില്ല. അതേസമയം
ഏത് പാർട്ടിയിലും നീതി നടപ്പാക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ നിർബന്ധ ബുദ്ധിയുണ്ട്. അപ്പോൾ ഒന്നേ ഉള്ളൂ, നീതിബോധത്തോടു കൂടി നീതിയോടുകൂടി പാർട്ടി മുന്നോട്ട് പോകും. നമ്മൾ ആ പാർട്ടി തീരുമാനങ്ങളെല്ലാം 100% നീതിബോധത്തോടെ പോവുകയാണെങ്കിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിനേക്കാളും വലിയൊരു വകുപ്പ് ഇനി തേടിയെത്തുമോ? ഞാൻ പറഞ്ഞല്ലോ, എനിക്കതിനെക്കുറിച്ച് തർക്കമില്ല. ഞാനൊരു ക്ലെയിം വെച്ചെങ്കിലേ പ്രശ്നമുള്ളൂ. എനിക്ക് തർക്കമേയില്ല. എൻ്റെ പാർട്ടി ആലോചിച്ചതിന് ശേഷം യുക്തമായ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ ആദ്യം ഒപ്പിടുന്നയാൾ ഞാനായിരിക്കും. ഞാൻ അത്ര ഉറച്ച പാർട്ടിക്കാരനാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഒരു ജീവൻ മരണ പോരാട്ടമാണോ? കാരണം മൂന്നാമതും അധികാരത്തിലില്ലാതെ പോയാൽ ഘടകകക്ഷികൾ വരെ കൂടെ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? ജീവൻ മരണ പോരാട്ടമാണെന്ന് പറയുന്നത് കറക്റ്റാണ്. കാരണം കേരളത്തിൽ ഇനി 3ാം തവണയും പ്രതിപക്ഷത്തേക്ക് പോകുന്നതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം നമ്മളെ വിശ്വസിച്ച് നമ്മളോടൊപ്പം നിൽക്കുന്ന ജനവിഭാഗങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ നമ്മൾ കൺമുമ്പിൽ കാണുകയാണ്. അവരെ വീണ്ടും ഈ നരകയാതനയ്ക്ക് വലിച്ചെറിഞ്ഞു പോകുന്ന ഒരു സമീപനം നമുക്ക് എടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് ജീവൻ മരണ പോരാട്ടം, ടു ബി ഓർ നോട്ട് ടു ബി, അതാണ് നമ്മളുടെയും രൂപം. അതിലൊന്നും നമുക്കൊരു വ്യത്യാസവും ഇല്ല. ഒരുപക്ഷെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ഓർമ്മയിൽ ഉമ്മൻചാണ്ടി ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കില്ല. അദ്ദേഹം ഇല്ലാത്ത ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത്. അദ്ദേഹത്തെ മിസ് ചെയ്യുന്നുണ്ടോ? പൂർണ്ണമായിട്ടും. പക്ഷേ ഉമ്മൻചാണ്ടി ഉണ്ടെങ്കിൽ എന്താണ്? പക്ഷേ ഉമ്മൻചാണ്ടി ഉണ്ടെന്ന് വരികിൽ എല്ലാവരുമായിട്ട് ബന്ധപ്പെടും, എല്ലാവരുടെയും വിഷമങ്ങൾ കേൾക്കും. മാത്രമല്ല ടോട്ടൽ ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് ഉമ്മൻചാണ്ടി നിൽക്കുകയല്ലേ. ഏത് പ്രശ്നത്തിൻ്റെയും ഷോക്ക് ഒബ്സർവറായിട്ട് അദ്ദേഹം നിൽക്കുകയല്ലേ. അതോടൊപ്പം തന്നെ നമ്മളുടെ ഇഷ്യൂസ് സോർട്ട് ഔട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഒരു കീസിംഗറിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ നയചാതുരതയില്ലേ. ഇതൊക്കെയുള്ള ഒരു വ്യക്തി നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനിയാണ് എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഈ എം പിമാർ മത്സരിക്കേണ്ടെന്നൊരു തീരുമാനം പാർട്ടി ഇത്തവണ ആദ്യമേ എടുത്തിരുന്നു. പക്ഷേ എല്ലാവരും വിചാരിച്ചത് പതിവ് പോലെ കോൺഗ്രസ് വഴങ്ങി കൊടുക്കുമെന്നാണ്. പക്ഷേ കോൺഗ്രസ് അത്തരത്തിൽ വഴങ്ങി കൊടുത്തൊന്നുമില്ല. ആ ഒരു തീരുമാനം പിന്നീട് വളരെ വലിയ തോതിൽ അഭിനന്ദിക്കപ്പെടുകയും ചെയ്തു. ആ ഒരു തീരുമാനം മികച്ചതാണെന്ന് തോന്നുന്നുണ്ടോ? യഥാർത്ഥത്തിൽ നമ്മളൊരു തീരുമാനം, മനസ്സിൻ്റെ ഒരു തീരുമാനത്തിന് ശേഷമേ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടാവൂ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറിച്ച് നട്ട് ഒരിടത്തും വേര് പിടിക്കാതെ പോകുന്നതിനേക്കാൾ നല്ലത് നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് പോകുന്നതാണ് ഓരോരുത്തരും. അവിടെ നിന്നവർ ജനസേവനല്ലേ, അവിടെ നിന്നവർക്ക് നന്നായിട്ട് പ്രവർത്തിക്കാൻ പറ്റും, ഡീസൻ്റായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും നിൽക്കുന്ന സ്ഥലം കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇതിൻ്റെ മെസ്സേജായി ഞാൻ കാണുന്നത്. ഈ പല നേതാക്കളും ദേശീയ തലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോഴും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കേരളത്തിനകത്ത് നിൽക്കാൻ ശ്രമിച്ചവരാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഉമ്മൻചാണ്ടിയും പോലെയുള്ളവർ. താങ്കളെ ഒരിക്കലും ദേശീയ രാഷ്ട്രീയം മോഹിപ്പിച്ചിട്ടില്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ വളർന്നു വന്ന പശ്ചാത്തലമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട. ഇടം വലം നിൽക്കുന്ന പ്രവർത്തകർക്ക്, നമ്മുടെ സാധാരണക്കാരായ ആളുകൾക്ക്, നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് അവരുടെ ദുരിതത്തിൻ്റെ മധ്യത്തിലൂടെ നടന്ന് നീങ്ങിയ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമാണ് നമുക്കുള്ളത്. നമുക്ക് അവരെ വിട്ടിട്ട് വേറൊരിടത്ത് പോകുന്നതിനെക്കുറിച്ച് പോലും ചിന്ത വരുന്നില്ല. അവരോടൊപ്പം നിൽക്കുക, അവരുടെ വിഷമത്തിൽ 100% പങ്കുചേരുക. ഒരുപക്ഷെ നമുക്ക് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിഞ്ഞു എന്നിരിക്കില്ല, പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ ഒരു തൃപ്തിയില്ലേ, ഞാനും അതിനോടൊപ്പം നിന്നു എന്നൊരു ചിന്തയില്ലേ, അങ്ങനെ പോകുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ വിശ്വാസം. ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം അച്ചടക്ക സമിതി അധ്യക്ഷന് വടിയെടുക്കേണ്ടി വരില്ല എന്ന് തന്നെയാണോ കരുതുന്നത്? ഇതുവരെയുള്ള എൻ്റെ വിശ്വാസം അതാണ്. കാരണം ഞാൻ കഴിയുന്നത്ര ശിക്ഷ നടപടിക്ക് വേണം, എന്നിട്ട് കഴിയുന്നത്ര ആളുകളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള അഭിപ്രായക്കാരൊന്നുമല്ല. അതൊക്കെ മിനിമൈസ് ചെയ്യുക. അതേസമയം സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അവിടെ സ്റ്റോപ്പ് മെമ്മോ കാണിക്കുക. അങ്ങനെ ഒരു കോർഡിനായ രൂപത്തിൽ പോകണം. ഈ ആകാശപാതയ്ക്ക് അപ്പുറം എന്തെങ്കിലും സ്വപ്ന പദ്ധതികൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ മനസ്സിലുണ്ടോ? കോട്ടയത്തെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും ഉണ്ട്. നമ്മളുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? മൈഗ്രേഷനാണ്. കുട്ടികളെല്ലാവരും പോവുകയല്ലേ, ഈ നാട്ടിൽ തങ്ങാനുള്ള നിവൃത്തിയില്ലാത്തത് കൊണ്ടല്ലേ. അപ്പോൾ അവരെ ഇവിടെ നിർത്താനുള്ള എന്താ മാർഗം? നിർത്താനുള്ള മാർഗം അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കൊത്ത് അവർക്ക് ജോലി ലഭിക്കുന്ന പുതിയ സംരംഭങ്ങൾ ഉണ്ടാകണം. ഞാൻ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം 107 പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. ആ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിപുലീകരണത്തോടു കൂടി കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഇതുമാതിരിയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അതിനേക്കാൾ ദയനീയമായിപ്പോയി. അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത രൂപത്തിലായി. അവർക്ക് കൊടുത്ത പണം സത്യം പറഞ്ഞാൽ നഷ്ടം
എന്നുള്ള നിലയിലേക്കായി. അതൊക്കെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ശക്തമായ ആവശ്യം. അത് മാറ്റി ഇതെല്ലാം ഉൽപ്പാദന കേന്ദ്രങ്ങളായി മാറും എങ്കിൽ കേരളത്തിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന കുട്ടികളുണ്ടാവില്ല. വളരെ നന്ദി, എല്ലാവിധ ഭാവങ്ങളും. താങ്ക് യു.